വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വ്യാജരേഖ ചമച്ചെന്ന് SP-ക്ക് പരാതിയുമായി IC ബാലകൃഷ്ണൻ MLA. പുറത്തുവന്ന കത്തും കരാറുമായി തനിക്ക് ബന്ധമില്ലെന്ന പരാതിയിൽ MLA പറയുന്നു. തന്റെ പേര് ദുരുപയോഗം ചെയ്ത് ആരെങ്കിലും പണം വാങ്ങിയതിൽ അന്വേഷണം വേണമെന്നും IC ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. IC ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ശ്രീ വിജയേട്ടന്റെ മരണം, മകന്റെ മരണം ഈ വിഷയത്തിൽ പോലീസിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെയോ അന്വേഷണം നടക്കുന്നതിനു മുമ്പ് ശ്രീ IC ബാലകൃഷ്ണനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അതുവഴി കോൺഗ്രസിനെ അപമാനിക്കാനും ഗൂഢമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ശ്രീ IC ബാലകൃഷ്ണനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അപമാനിക്കാനുമുള്ളതായ ശ്രമം അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, തനിക്കെതിരെ വ്യാജരേഖ ചമച്ചു എന്ന നിലപാടിലാണോ ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA ഉള്ളത്? അദ്ദേഹത്തിന്റെ പരാതിയിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഈ വിഷയത്തിൽ MLAക്ക് ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഏത് രീതിയിലാണ് പിന്തുണ നൽകുന്നത്? ഇപ്പോൾ പൂർണ്ണ പിന്തുണയാണ് IC ബാലകൃഷ്ണന് DCC നേതൃത്വം നൽകുന്നത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ T സിദ്ദിഖും ഒപ്പം തന്നെ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണ പിന്തുണ IC ബാലകൃഷ്ണൻ അറിയിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രഷററായിരുന്ന വിജയൻ ആശുപത്രിയിലുള്ളപ്പോൾ ഇത്തരത്തിലൊരു സാമ്പത്തിക വിഷയ ആരോപണം CPM ഉന്നയിച്ചിട്ടില്ല. അതിനു മുമ്പും CPM ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. മരിച്ച ശേഷം ഇത് ഉന്നയിക്കുന്നത് ബോധപൂർവമുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ്. ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് വ്യാജ ആരോപണം ഉന്നയിക്കുന്നത്. IC ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നും DCC ഒപ്പം തന്നെ KPCC വർക്കിംഗ് പ്രസിഡന്റും DCC നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം CPM ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തുകയാണ്. ഈ പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണ്ണമായി സഹകരിക്കും. പക്ഷേ പോലീസ് രാഷ്ട്രീയ പക്ഷപാതത്തിലേക്ക് നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും DCC നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം SP-ക്ക് IC ബാലകൃഷ്ണൻ ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ വ്യാജരേഖയാണ് ചമച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഈ രേഖയുമായി, പുറത്തു വന്ന രേഖയുമായി ഒരു തരത്തിലുള്ള ബന്ധവും തനിക്കില്ല. തന്റെ പേര് ദുരുപയോഗം ചെയ്താണെങ്കിലും ദുരുപയോഗം ചെയ്ത് ആരെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം വേണം. തനിക്കെതിരെ മാധ്യമങ്ങളിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്, മാധ്യമങ്ങൾ വ്യാജ പ്രചരണമാണ് നടത്തുന്നതിനെതിരെ നടപടി വേണമെന്നും IC ബാലകൃഷ്ണൻ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശരി സുർജിത്ത്.